സാധാരണ ചെയ്യുന്ന എംബ്രോയിഡറി കുർത്തി എന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് യോക്കി കൊടുക്കുന്ന എംബ്രോയിഡറിക്ക് പകരം താഴേക്കായിരുന്നു നമ്മൾ ഇതിൻ്റെ എംബ്രോയിഡറി കൊടുത്തേക്കുന്നത് കേട്ടോ. 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. മെറ്റീരിയൽ വന്നേക്കുന്ന റോമൻ സിൽക്ക് ഫാബ്രിക്. അതിനകത്തേക്ക് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ലീവിൻ്റെ ഒരു എൻ പോർഷനിലേക്കും അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഹെം ലൈനിലേക്കും സ്കാലപ്പ് വർക്ക് ചെയ്തായത് വന്നേക്കുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ ഓരോ കളേഴ്സ് ആയിട്ട് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് മെറൂൺ കളറിലേക്കാട്ടോ. ഇതിൻ്റെ അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോക്കിൻ്റെ ഇവിടേക്ക് 2 സൈഡിലേക്കായിട്ട് കൊടുത്തേക്കുന്ന പിൻഡെക്സ് ആണ്. താഴെ നമ്മുടെ ഈ ഒരു ലെവൽ തൊട്ട് താഴെ വരെ ഫുള്ളായിട്ട് തന്നെ എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത്. ബാക്കിലേക്ക് പ്ലെയിൻ ലൈൻ കട്ടിങ്ങിലേക്കാണ് കൊടുത്തേക്കുന്നത്. ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തേക്കുന്നത് 949 റേറ്റിലേക്കും. ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ പർപ്പിൾ ആട്ടോ. പർപ്പിളിനകത്തേക്കും കോമ്പിനേഷൻ ആയിട്ട് പീച്ച് തന്നെയാണ് വന്നേക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് പേസ്റ്റൽ പീച്ച് ആട്ടോ. എല്ലാം തന്നെ അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഇതിന് കോമ്പിനേഷൻ ആയിട്ട് വന്നേക്കുന്ന മെറൂൺ കളറിലേക്ക് ത്രെഡ്സും കൊണ്ട് നമ്മൾ എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ. വീഡിയോയിൽ ചിലപ്പോൾ ഈ ഒരു കളർ കറക്റ്റ് ആയിട്ട് കിട്ടത്തേ ഇല്ലാത്തൊരു ഷെയ്ഡാണ്. അതിന് കോമ്പിനേഷൻ ആയിട്ട് എംബ്രോയിഡറി നമ്മൾ ത്രെഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ്. ഈ 4 ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. ഈ ഒരു 2-3 ദിവസത്തേക്ക് നമ്മുടെ വാട്സാപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പ്രൊഡക്ട്സ് വെബ്സൈറ്റിൽ തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ വെബ്സൈറ്റിൽ കൂടെ തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം.